നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണവം എടയാറിൽ കാർ അപകടം. പൂഴിയോട് സ്വദേശി ഷഹലിന് ദാരുണാന്ത്യം. പഴയ ബസ് സ്റ്റാൻഡിൽ ഭീതി പടർത്തി നിർത്തിയിട്ട കാറിന് തീപിടിച്ചു. യാത്രക്കാരില്ലാത്തതിനാൽ വൻ അപകടം ഒഴിവായി. നാളെ തിരുവോണം. അവസാനവട്ട ഒരുക്കങ്ങളുമായി മലയാളികൾ. കണ്ണൂർ ജനസാഗരം. വഴിയോര കച്ചവടവും ഓണപ്പൂക്കളും നഗരത്തെ അക്ഷരാർത്ഥത്തിൽ ജനസമുദ്രമാക്കി മാറ്റി. നാടും നഗരവും ഓണലഹരിയിൽ. പൂവിപണിയും പൂക്കൃഷി വിളവെടുപ്പുകളും സജീവം. പ്രസ് ക്ലബിലും ഓഫീസുകളിലും ആഘോഷ പരിപാടികൾ. വാർത്തകൾ വിശദമായി. കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിൽ കാറിന് തീപിടിച്ചു. യാത്രക്കാർ അപകട സമയത്ത് പുറത്തായിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. ചെറുകുന്ന് സ്വദേശിയുടെ കാറിനാണ് തീപിടിച്ചത്. മുൻവശത്തെയും പിൻവശത്തെയും സീറ്റ് കത്തി നശിച്ചിട്ടുണ്ട്. ചെറുകുന്ന് സ്വദേശിയുടെ കാറിനാണ് തീപിടിച്ചത്. മുൻവശത്തെയും പിൻവശത്തെയും സീറ്റ് കത്തി നശിച്ചിട്ടുണ്ട്. യാത്രക്കാർ കാറ് പഴയ ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ട് ഷോപ്പിംഗിന് പോയതായിരുന്നു. ഇതിനിടയിലാണ് കാറിനകത്ത് തീപിടിച്ചത്. ഉടൻ വിവരമറിഞ്ഞ് കണ്ണൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തി തീ അണച്ചതിനാൽ വൻ അപകടം ഒഴിവാവുകയായിരുന്നു. വിവരമറിഞ്ഞ് ടൗൺ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. യാത്രക്കാർ കാറ് പഴയ ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ട് ഷോപ്പിംഗിന് പോയതായിരുന്നു. ഇതിനിടയിലാണ് കാറിനകത്ത് തീപിടിച്ചത്. ഉടൻ വിവരമറിഞ്ഞ് കണ്ണൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തി തീ അണച്ചതിനാൽ വൻ അപകടം ഒഴിവാവുകയായിരുന്നു. വിവരമറിഞ്ഞ് ടൗൺ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. കണ്ണവം എടയാർ 17-ാം മൈലിൽ കാർ കലുങ്കിലിടിച്ച് യുവാവ് മരിച്ചു. കണ്ണവം പൂഴിയോട് സ്വദേശി ഷഹലാണ് മരിച്ചത്. സഹോദരൻ സിനാൻ പരിക്കുകളോടെ ചികിത്സയിലാണ്. ഞായറാഴ്ച അർദ്ധരാത്രിയോടെയായിരുന്നു അപകടം. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. ഷഹലിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കാർ നെടുമ്പൊയിൽ ഭാഗത്തു നിന്നും കൂത്തുപറമ്പ് ഭാഗത്തേക്ക് വരികയായിരുന്നു. വീട്ടിലേക്ക് എത്താൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് അപകടം നടന്നത്. വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 52 കുപ്പി മാഹി മദ്യശേഖരവുമായി 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ പോലീസ് പിടിയിൽ. ഉത്തർപ്രദേശ് അങ്കോളി സ്വദേശികളായ രവിമൽ കുമാർ, രാംപൂർ സ്വദേശി കമൽ ചന്ദ്രൻ, അമരേഷ് കുമാർ എന്നിവരെയാണ് പിടികൂടിയത്. വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന മാഹി മദ്യശേഖരവുമായി വളപട്ടണം കീരിയാട് വെച്ചാണ് 3 പേരും തിങ്കളാഴ്ച പിടിയിലായത്. വളപട്ടണം സ്റ്റേഷൻ ഇൻസ്പെക്ടർ MT ജേക്കബിന്റെ നേതൃത്വത്തിൽ SI നിതിൻ, ASI അനിഴൻ, സിവിൽ പോലീസ് ഓഫീസർ കിരൺ എന്നിവരടങ്ങിയ സംഘമാണ് ഇവരെ പിടികൂടിയത്. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണവം എടയാറിൽ കാർ അപകടം. പൂഴിയോട് സ്വദേശി ഷഹലിന് ദാരുണാന്ത്യം. പഴയ ബസ് സ്റ്റാൻഡിൽ ഭീതി പടർത്തി നിർത്തിയിട്ട കാറിന് തീപിടിച്ചു. യാത്രക്കാരില്ലാത്തതിനാൽ വൻ അപകടം ഒഴിവായി. നാളെ തിരുവോണം. അവസാനവട്ട ഒരുക്കങ്ങളുമായി മലയാളികൾ. കണ്ണൂർ ജനസാഗരം. വഴിയോര കച്ചവടവും ഓണപ്പൂക്കളും നഗരത്തെ അക്ഷരാർത്ഥത്തിൽ ജനസമുദ്രമാക്കി മാറ്റി. നാടും നഗരവും ഓണലഹരിയിൽ. പൂവിപണിയും പൂക്കൃഷി വിളവെടുപ്പുകളും സജീവം. പ്രസ് ക്ലബിലും ഓഫീസുകളിലും ആഘോഷ പരിപാടികൾ. ജിമാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യൂ. നറുക്കെടുപ്പിലൂടെ ജിമാർട്ട് ഗോൾഡ് കേല ഓഫർ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ്, 1 കിലോ സ്വർണം, 5 മാരുതി ഇഗ്നിസ് കാറുകൾ നേടും. കൂടാതെ ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. നന്ദില ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും. കേരളത്തിന്റെ പ്രദർശന ചരിത്രത്തിൽ മാണിക്യക്കല്ല് പോലെ തിളങ്ങുന്ന കണ്ണൂരിന്റെ മണ്ണിൽ പുതുചരിത്രം രചിക്കാൻ DJ അമ്യൂസ്മെന്റ് അവതരിപ്പിക്കുന്ന ഓണം ഫെയർ ടൈറ്റാനിക് എക്സിബിഷൻ. അനശ്വര പ്രണയത്തിന്റെ അടയാളമായ ടൈറ്റാനിക് കപ്പലിന്റെ നേർപകുതി പടുകൂറ്റൻ പ്രവേശന കവാടം. കാഴ്ചക്കാരെ അമ്പരിപ്പിക്കാൻ പ്രണയിനികളുടെ നിശ്ചല ഛായാചിത്രത്തോടെ ടൈറ്റാനിക് കപ്പലിന്റെ മുകൾ പരപ്പ്. അമ്യൂസ്മെന്റ് പാർക്ക്, വ്യാപാര വിപണന സ്റ്റാളുകൾ. ഇന്ത്യൻ പ്രദർശന ചരിത്രത്തിലെ കുലപതികളായ DJ അമ്യൂസ്മെന്റ്. നോഹയുടെ പേടകത്തിനും ലണ്ടൻ ബ്രിഡ്ജിനും ശേഷം കണ്ണൂരിലെ ജനതയെ പരിചയപ്പെടുത്തുന്ന അത്ഭുത ലോകം. പ്രദർശനം ആഗസ്റ്റ് 11 മുതൽ കണ്ണൂർ പോലീസ് മൈതാനിയിൽ. പ്രദർശന സമയം 11 മണി മുതൽ രാത്രി 9:30 വരെ. കേട്ടറിഞ്ഞ ടൈറ്റാനിക് ഇനി നിങ്ങൾക്ക് മുന്നിൽ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing.
പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD, എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ജനങ്ങളുടെ വിശ്വസ്തത നേടിയെടുത്ത ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക്. 13 ബ്രാഞ്ചുകളിലായി വിവിധ തരം വായ്പകൾ. സ്വത്ത് പണയ വായ്പ 50 ലക്ഷം രൂപ വരെ, ഭവന വായ്പ 25 ലക്ഷം രൂപ വരെ, എക്സ്പ്രസ് വായ്പ 50,000 രൂപ വരെ, വാഹന വായ്പ 10 ലക്ഷം രൂപ വരെ, ഗോൾഡ് ലോൺ 25 ലക്ഷം രൂപ വരെ, കൺസ്യൂമർ ലോൺ 2 ലക്ഷം രൂപ വരെ, കാർഷിക സ്വർണ്ണ പണയ വായ്പ 7% പലിശ നിരക്കിൽ. കൂടാതെ 3 ലക്ഷം രൂപ വരെ സലയുള്ള ചിട്ടി മാതൃകയിലുള്ള MDS പദ്ധതി. നിക്ഷേപങ്ങൾക്ക് സർക്കാർ ഗ്യാരണ്ടിയും ആകർഷകമായ പലിശയും. 100ഓളം പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാൾ, ഒപ്പം ഷോപ്പിംഗ് കോംപ്ലക്സിൽ വാടകയ്ക്ക് മുറികൾ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതയാണ്. സാധാരണക്കാരുടെ മനസ്സറിഞ്ഞ ബാങ്ക് ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക്. ഹെഡ് ഓഫീസ് മേലെ ചൊവ്വ, കണ്ണൂർ. ഓണക്കാലത്തെ വരവേൽക്കാൻ സമ്മാന പെരുമഴയിൽ ഇമ്മാനുവൽ പൊന്നോണം. ഓണത്തിനൊരുങ്ങാം കുടുംബസമേതം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം. മികച്ച വസ്ത്രവിസ്മയങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലകളിൽ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. എല്ലാ ഷോറൂമുകളിലും ദിവസേന നറുക്കെടുപ്പ്, ദിവസേന സമ്മാനം. നറുക്കെടുപ്പിലൂടെ നേടാം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ. ഒപ്പം നേടാം ഗിഫ്റ്റ് വൗച്ചറുകളും സ്വർണ്ണ നാണയങ്ങളും. എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ. ലേഡീസ് വെയറുകൾ 199 രൂപ മുതൽ, സാരികൾ 199 രൂപ മുതൽ, കിഡ്സ് വെയറുകൾ 145 രൂപ മുതൽ, ജെന്റ്സ് വെയറുകൾ 199 രൂപ മുതൽ. ഈ പൊന്നോണം ആഘോഷമാക്കൂ ഇമ്മാനുവലിനൊപ്പം. ഇമ്മാനുവൽ സിൽക്സ്, താവക്കര ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. റിയാദ് മാൾ, പയ്യന്നൂർ. നിയർ സിറ്റി സെന്റർ, ഇരിട്ടി. എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. വാർത്തകളിലേക്ക്. ചൊവ്വ പാതിരിപ്പറമ്പ് നാട്ടുനന്മ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ MLAയും CPM ജില്ലാ സെക്രട്ടറിയുമായ MV ജയരാജൻ മേലെ ചൊവ്വ അമല ഭവനിൽ ഉദ്ഘാടനം ചെയ്തു. മിഴികൾ തുളുമ്പിയോ വെറുതെ മൊഴികൾ വിതുമ്പിയോ മഞ്ഞേറും വിണ്ണോരം മഴമായും പോലെ. എല്ലാവർക്കും ഓണാശംസകൾ ആദ്യമേ ഞാൻ നേരുകയാണ്. ഓണം മലയാളികളുടെ ഒരു ദേശീയ ഉത്സവമായിട്ടാണ് അറിയപ്പെടുന്നത്. ജാതി, മത, രാഷ്ട്രീയ ചിന്തകളുടെ വിധം എവിടെ ഉണ്ടായാൽ അവിടെ ഓണമുണ്ടാവും. കാണും വിറ്റും ഓണം ഉണ്ണണമെന്നാണ് പഴമൊഴി. തൈക്കണ്ടി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ഓണപ്പൂക്കളം ഒരുക്കിയും ഓണസദ്യ നൽകുകയും ചെയ്ത് ചടങ്ങിൽ എടക്കാട് ഏരിയ സെക്രട്ടറി MK മുരളി, കണ്ണൂർ കോർപ്പറേഷൻ കൌൺസിലർ S ഷഹീദ, ചൊവ്വ CSI ചർച്ച് ഫാദർ ബെസ്ലിൻ രാജു ഡാനിയൽ, P സലീം, C വിനോദ്, സിസ്റ്റർ മേരി ജെയിംസ്, സിസ്റ്റർ റോസ്ബിൻ, B കൃഷ്ണൻ, നാട്ടുനന്മ സെക്രട്ടറി K മഹീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. SFI SN കോളേജ് മ്യൂസിക് ടീമിന്റെ ആഭിമുഖ്യത്തിൽ സംഗീത സദസ്സും നടത്തി. ഡയമണ്ട് പെയിന്റ്സ് ഓണാഘോഷം
സംഘടിപ്പിച്ചു. MLA കടന്നപ്പള്ളി രാമചന്ദ്രൻ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഡയമണ്ട് പെയിന്റ്സ് മാനേജിംഗ് ഡയറക്ടർ ടി സന്തോഷ്, സ്വപ്ന സന്തോഷ്, PK മുഹമ്മദ് അലി മാസ്റ്റർ, MK ഹരിപ്രിയൻ, AC സുജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ജീവനക്കാരുടെ പൂക്കള മത്സരവും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി കുന്നാവ് ജലദുർഗ ക്ഷേത്രകുളത്തിൽ വാട്ടർ ബേർഡ് സ്വിമ്മിംഗ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പൂക്കളം ഒരുക്കി. ഗ്രാമീണ വായനശാല ആൻഡ് ഗ്രന്ഥാലയം, കാനച്ചേരി, മുണ്ടേരി കൃഷിഭവൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കാനച്ചേരി കൂറുമ്പക്കാവ് പരിസരത്ത് 15 സെന്റ് സ്ഥലത്ത് നടത്തിയ പൂക്കൃഷി വിളവെടുപ്പ് നടന്നു. ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി PK വിജയൻ ഉദ്ഘാടനം ചെയ്തു. MCR ബാങ്ക് പ്രസിഡന്റ് P ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വായനശാല സെക്രട്ടറി K പ്രകാശൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ PP ശ്യാമള, കൃഷി അസിസ്റ്റന്റ് S മിനി, വായനശാല പ്രസിഡന്റ് M ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓണാഘോഷം കെങ്കേമമാക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിനായി ആളുകൾ കൂട്ടത്തോടെ നഗരത്തിലെത്തിയതോടെ നാടും നഗരവും ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിലമർന്നു. വിലയിൽ വൻ വർധനവ് ഉണ്ടായെങ്കിലും പൂക്കൾ വാങ്ങാൻ തന്നെയായിരുന്നു തിക്കും തിരക്കും ഏറെയും. ഓണാഘോഷം കെങ്കേമമാക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിനായി ആളുകൾ കൂട്ടത്തോടെ നഗരത്തിലെത്തിയതോടെ നാടും നഗരവും ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിലമർന്നു. വിലയിൽ വൻ വർധനവുണ്ടായെങ്കിലും പൂ വാങ്ങാൻ തന്നെയായിരുന്നു തിക്കും തിരക്കും ഏറെയും. പഴയ ബസ് സ്റ്റാൻഡ്, സ്റ്റേഡിയം കോർണർ, ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരം, ബാങ്ക് റോഡ് എന്നിവിടങ്ങൾ തൊട്ട് നഗരത്തിലെ ഒഴിഞ്ഞ കോണുകളിലെല്ലാം പൂവിൽപ്പനക്കാർ കൈയടക്കിയിരിക്കുകയാണ്. മാർക്കറ്റിൽ പച്ചക്കറി കടകളിലും തിരക്ക് കുറവൊന്നുമില്ല. മാവേലി വേഷം ധരിച്ച് ലഹരിവിരുദ്ധ ബോധവൽക്കരണവുമായി നഗരത്തിരക്കിൽ സഞ്ചരിച്ച വനിതയും ഉത്രാടത്തിരക്കിലെ വേറിട്ട കാഴ്ചയായി. ഈ വർഷത്തെ ഓണം വലിയ കുഴപ്പമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞാനിപ്പോൾ പാതാളത്തിൽ നിന്നും ഈ കേരളത്തിലേക്ക് എൻ്റെ പ്രജകളെ കാണാൻ വന്നപ്പോഴാണ് അറിയുന്നത് എല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ദുഃഖമാണെന്ന്. ഞാൻ ഭരിച്ചിരുന്ന കാലത്ത് കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊളിവചനം, കള്ളപ്പറയും ചെറുനാഴിയും, കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. എന്നാൽ ഇന്നത്തെ ഈ ഭരണകാലത്ത് നമ്മൾ അനുഭവിക്കുന്നത്, ഈ കേരളക്കര അനുഭവിക്കുന്നത് കൊല്ലലും കൊലയും, മദ്യപാനം, ലഹരി ഉപയോഗം, 5 വയസ്സുള്ള കുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നു, അമ്മയെ കഴുത്തറുത്ത് കൊല്ലുന്നു, അച്ഛനെ കുത്തി നുറുക്കി നശിപ്പിക്കുന്നു. ഇങ്ങനെ പല രീതിയിലുള്ള മരണങ്ങളാണ് ഈ മാവേലി കേൾക്കുന്നത്. അടുത്ത വർഷവും ഞാൻ ഇതുപോലെ എൻ്റെ കേരളക്കരയെ കാണാൻ, എൻ്റെ പ്രജകളെ കാണാൻ വേണ്ടി വരും. എല്ലാവരും നല്ല രീതിയിൽ സമാധാനപരമായി സന്തോഷത്തോടു കൂടി കാണാനാണ് ഈ മാവേലി ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും പൊന്നോണ ആശംസകൾ നേരുന്നു. സ്കൂൾ അടച്ചതിനാൽ കുടുംബസമേതം വസ്ത്ര ഷോപ്പിംഗിനെത്തിയവരും നഗരത്തിൽ ധാരാളമുണ്ടായിരുന്നു. തലങ്ങും വിലങ്ങും അശ്രദ്ധയോടെ ചെറുവാഹനങ്ങളടക്കം പാർക്ക് ചെയ്തത് ഗതാഗതക്കുരുക്കിനും ഇടയാക്കി. സിറ്റി ചാനൽ ജീവനക്കാരും മാനേജ്മെന്റും ചേർന്ന് വിപുലമായ ഓണാഘോഷ പരിപാടികൾ നടത്തി. രാവിലെ സ്റ്റുഡിയോയിൽ പൂക്കളവും തുടർന്ന് ഓണസദ്യയും ഒരുക്കി. ഈ വർഷത്തെ ഓണാഘോഷം ചാനൽ സ്റ്റുഡിയോക്ക് വേറിട്ട അനുഭവമായിരുന്നു. ഓണപ്പൂക്കളം ഒരുക്കിയും ഓണസദ്യയുണ്ടും മാനേജ്മെന്റ് അംഗങ്ങളും സ്റ്റാഫും ഓണത്തെ വരവേറ്റു. നിസാർ PP, ബിജു PC, സജീവൻ കക്കാട്, അസ്ലം മടത്തിൽ, സജീവ് PT, രഞ്ജിത്ത്, രഘുവീർ റാം, റിപ്പോർട്ടർ ജയദേവൻ, ന്യൂസ് എഡിറ്റർ അജിത് ശങ്കർ, സബ് എഡിറ്റർ സായുജ് തോട്ടട, ടെക്നീഷ്യൻ അജിത പ്രമോദ്, വിപിൻ ദാസ് തുടങ്ങിയവരും പങ്കെടുത്തു. കേരള പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ കമ്മിറ്റി കണ്ണൂർ പ്രസ് ക്ലബിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് TO മോഹനനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയും ഓണസന്ദേശം നൽകി. മറുവശത്ത് സാമുദായിക കലാപങ്ങളാണ്. അത് പൊട്ടിപ്പുറപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും നമ്മളിൽ പലരെയും ഭിന്നിപ്പുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ പല കേന്ദ്രങ്ങളിൽ നിന്ന് ആസൂത്രണം ചെയ്യുന്നു എന്ന തോന്നലുണ്ടാക്കുന്ന വിധത്തിൽ പല പ്രശ്നങ്ങളും, ചിലതിലൊക്കെ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ പിന്തുണ ഉണ്ടാകുന്നോ എന്ന സംശയമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഏതായാലും അത്തരമൊരു ഘട്ടത്തിൽ ഇത്തരം കൂടിച്ചേരലുകളും ഇത്തരം ആഘോഷങ്ങളും അതിന്റെയൊക്കെ പ്രയാസങ്ങളെ ലഘൂകരിക്കും എന്നതാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ മനസ്സിലും, സമൂഹ മനസ്സിൽ ഉണ്ടാകേണ്ട സ്നേഹവും സഹോദര്യവും സഹവർത്തിത്വവും ഒക്കെ
അത് നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പ്രസ് ക്ലബ് പ്രസിഡന്റ് സജീവുൽ ഹന്നാൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷ ടി സരള, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഇ കെ പത്മനാഭൻ, അസിസ്റ്റന്റ് എഡിറ്റർ പി വിനീഷ്, അഡ്വക്കേറ്റ് കെ ബലറാം, ചാർട്ടേഡ് അക്കൌണ്ടന്റ് മാനുവൽ സിറിയക്, പ്രസ് ക്ലബ് സെക്രട്ടറി കെ വിജേഷ്, ഗജാൻജി കബീർ കണ്ണാടിപ്പറമ്പ് തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് വിവിധ മത്സരങ്ങളും ഓണസദ്യയുമുണ്ടായിരുന്നു. ജീവകാരുണ്യ സ്ഥാപനമായ എളയാവൂർ CH സെന്ററിൽ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾക്ക് പ്രൗഢമായ തുടക്കം. CH സെന്റർ സാന്ത്വന കേന്ദ്രത്തിലെ അന്തേവാസികൾക്ക് മാധവറാവു സിന്ധ്യ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഓണക്കോടി വിതരണത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി പല സ്ഥലങ്ങളിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്ത വേണുഗോപാൽ സാർ പങ്കെടുത്ത ഒരു പരിപാടി ഒരു 3 വർഷം മുമ്പേ കണ്ണവം കോളനിയിൽ വെച്ചും കഴിഞ്ഞ വർഷം നമ്മുടെ കഥാകൃത്ത് പപ്പാട്ടിൻ്റെ കൂടെയും അതിനു മുമ്പേ നമ്മുടെ DYSP ആയിരുന്ന ഇപ്പോൾ SP ആയ സദാനന്ദ സാറിൻ്റെ കൂടെയും അങ്ങനെ മറ്റാരുടെയൊക്കെ കൂടെ പല ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഇങ്ങനെയുള്ള അമ്മക്കൊരു ഓണക്കോടി പോലെയുള്ള തികച്ചും ജനകീയമായ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യുന്ന ഈ മാധവറാവ് സിന്ധ്യയുടെ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. CH സെന്ററിൽ നടന്ന ഓണക്കോടി വിതരണം രഹസ്യാന്വേഷണ വിഭാഗം DYSP KP വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഇവരുടെയൊക്കെ ഓർമ്മകൾ ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്തെ ജനങ്ങളെയൊക്കെ നേരത്തെ സൂചിപ്പിച്ചുപോയി ഒന്നായി കാണാനും നമ്മളൊക്കെ ഒന്നാണെന്ന ചിന്താഗതി ലോകത്തിന് മുമ്പിൽ നൽകാൻ ഏറെ പ്രവർത്തിച്ച് മഹത് വ്യക്തികളാണ്. അവരുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അവരുടെ പേരിൽ ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതിന് ഇതിന്റെ സംഘാടകരോട് നന്ദി പറയുന്നു. ട്രസ്റ്റ് ചെയർമാൻ കെ പ്രമോദ് അധ്യക്ഷനായി. കിംസ് ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ MN അബ്ദുറഹ്മാൻ, CH സെന്റർ ചെയർമാൻ മുഹമ്മദ് അഷ്റഫ്, ജനറൽ സെക്രട്ടറി KM ഷംസുദ്ദീൻ, ട്രഷറർ ഉമ്മർ പുറത്തിൽ, കോർപ്പറേഷൻ കൌൺസിലർ PP വത്സലൻ, P മുഹമ്മദ് അലി കൂടാലി, അഹമ്മദ്, സാജിദ, A ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. തിരുവോണത്തെ വരവേൽക്കാൻ കണ്ണൂർ ഒരുങ്ങിക്കഴിഞ്ഞു. കച്ചവടക്കാരും ജനങ്ങളും നഗരിയെ ഉത്സവ പ്രതീതിയിലാക്കിയിരിക്കുകയാണ്. പൂവിലിയിൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വില അല്പം കൂടുതലാണെങ്കിലും പൂവാങ്ങാൻ എത്തുന്നവരുടെ തിരക്കും കൂടുതലാണ്. ഓണാഘോഷത്തെ വരവേൽക്കാൻ കണ്ണൂർ ഒരുങ്ങിക്കഴിഞ്ഞു. കണ്ണൂരിലെ ഓരോ കുടുംബങ്ങളും ഓണത്തെ വർണ്ണാഭമാക്കാനും തയ്യാറായി കഴിഞ്ഞു. കണ്ണൂരിൽ വിവിധ വർണ്ണങ്ങളുള്ള പൂക്കളുടെ ഒരു കലവറ തന്നെ ഒരുങ്ങിയിരിക്കുകയാണ്. നാടും നഗരവും ഓണത്തിരക്കിലാണ്. കവലകളും വഴിയോരങ്ങളും കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സ്കൂൾ അവധി കൂടിയായതോടെ നഗരം ജനസാഗരമാണ്. വഴിയോര കച്ചവടക്കാരെ തട്ടി നടക്കാനാവാത്ത അവസ്ഥയാണ് കണ്ണൂർ നഗരത്തിലിറങ്ങിയാൽ. പഴയ ബസ് സ്റ്റാൻഡിൽ പൂക്കച്ചവടം ഇന്നലെ വരെ തകൃതിയായിരുന്നു. എന്നാൽ ഇന്ന് പല കോണുകളിൽ നിന്നും അസ്വാരസ്യങ്ങൾ വന്നു തുടങ്ങി. കോർപ്പറേഷന്റെ ഭാഗത്തെ വീഴ്ചകൾ തന്നെയാണ് പ്രധാനം. പുഷ്പങ്ങൾ വിവിധ തരത്തിലുള്ള എങ്ങനെയൊക്കെ ഇതിന്റെയൊക്കെ വിലയൊക്കെ വില എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം ഓരോ രീതിയിലുള്ള വിലയാണ്. നമുക്കിപ്പോ സാധനം കിട്ടുന്നില്ല. ഇന്നലെ അവിടെ പോയിട്ട് തന്നെ ബാംഗ്ലൂർ പോയിട്ട് തന്നെ സാധനം കിട്ടുന്നില്ല. പകുതി സാധനം കിട്ടുന്നുള്ളൂ. ഇത് ബാംഗ്ലൂരിൽ നിന്ന് മാത്രം ഇറക്കുന്നതാണോ അതോ അന്യ സംസ്ഥാന മറ്റുള്ള സ്ഥലത്തുനിന്ന് കൊണ്ടുവരുന്നുണ്ട്. നമ്മളിപ്പം കൊണ്ടുവരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. അതിന് കണക്കായിട്ടുള്ള പൈസ ഇന്നലത്തെ വിലയല്ലേ ഇന്ന് നോക്കും. ഇന്നലെ വിറ്റേനെക്കാട്ടിയും ജാസ്തിയാണ് ഇന്ന് 200 രൂപയാണ് വിൽക്കുന്നത്. ഇന്നലെ നമ്മൾ വിറ്റ 150 രൂപക്ക് വിറ്റിന്. പക്ഷെ ഇന്ന് സാധനം കിട്ടുന്നില്ല. ഇപ്പം പൊതുവെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് കയറാത്തത് കൊണ്ട് അങ്ങനത്തെ ഒരു വിഷമം. ഇതാ നമ്മൾ കാണുന്നില്ല, സ്ഥലം കാണുന്നില്ലേ, കാലിയായിട്ട്. ഇന്നലെ ഈ സമയത്തെല്ലാം നല്ല ആളുണ്ടായി. ഇന്ന് ജനങ്ങളെല്ലാം വൈകിട്ട് അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇപ്പൊ ഇങ്ങനെയെങ്കിൽ ഇപ്പം കോർപ്പറേഷൻകാർ അതും വരുന്നുണ്ട്. ഇപ്പം പ്ലാസ്റ്റിക്കിന്റെ കവറിന്റെ പ്രശ്നം കൊണ്ട് അതും വന്ന് എന്നിട്ട് പേപ്പർ മേടിച്ചിട്ടാ വെച്ചിന്. ഇത് എങ്ങനെ കെട്ടിക്കൊടുക്കും ഞങ്ങൾക്ക് ജനങ്ങൾക്ക്? നമുക്ക് ഇതെങ്ങനെയാണ് ഇവിടെ വാടകയാണ്. കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ വാടക ഒരു ചെറിയ 2 ടേബിളിന് വാങ്ങിക്കുന്ന 3000 രൂപ 2500 രൂപയാണ് 2 ടേബിളിന്. അതും അടച്ചാൽ ഒരു സൗകര്യം ചെയ്യാനാണ് ഈ പൈസ വാങ്ങിക്കുന്നത്. കോർപ്പറേഷൻ എത്ര ദിവസത്തേക്കാണ് ഇത് വാങ്ങിക്കുന്നത്? ഇത് എല്ലാവരും ലാസ്റ്റ് 2 ദിവസത്തേക്ക് കച്ചവടം ചെയ്യും. ലാസ്റ്റ് 2 ദിവസത്തേക്ക് 3000 രൂപ കോർപ്പറേഷന് മാത്രം കൊടുത്ത് കച്ചവടം ചെയ്തതിൽ വലിയ ലാഭമൊന്നും കിട്ടാനില്ല. അപ്പോൾ എന്തെങ്കിലും സജ്ജീകരണം ചെയ്തിട്ട് കോർപ്പറേഷൻ ഈ പൈസ വാങ്ങിക്കുന്നത് നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. ഒരു സജ്ജീകരണം ചെയ്യാണ്ടാണ് ഇവർ കൊടുക്കുന്നത്. കൂത്തുപറമ്പ് നഗരസഭയിലും എന്താ പറയുക 500 രൂപ വാങ്ങിച്ചിട്ട് പന്തലിട്ട് ലൈറ്റ് വരെ ഇട്ട് കൊടുക്കുന്നത്. കണ്ണൂർ കോർപ്പറേഷൻ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നമ്മളവിടെ വന്ന് 3000 രൂപ ബില്ല് മുറിച്ചു തന്ന് 3000 രൂപ ബില്ല് നമ്മളിപ്പോൾ രാവിലെ വന്നിട്ടേ ഉള്ളൂ. ബോണി വരെ വെച്ചിട്ടില്ല, കച്ചവടം തുടങ്ങിയിട്ടില്ല. അതിന് മുമ്പ് അവർ പറയുന്നത് 3000 രൂപ ഇപ്പം അടക്കണമെന്നാണ്. ഇപ്പൊ നമ്മൾ രാവിലെ മുതൽ സാധാരണ എല്ലായിടത്തും പ്ലാസ്റ്റിക് കവറുണ്ട്. പ്ലാസ്റ്റിക് കവർ നിരോധിച്ചെന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് കവർ ഇഷ്ടംപോലെ എല്ലാ കടയിലും ഉണ്ട്. ഇപ്പൊ അവര് വന്നിട്ട് പറഞ്ഞു പ്ലാസ്റ്റിക് കവർ വിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അതും ഒഴിവാക്കിയിട്ട് ഇപ്പൊ പേപ്പർ മേടിച്ചിട്ട് വെച്ചു. ഈ പേപ്പറിൽ എങ്ങനെയാ ജനങ്ങൾക്ക് കെട്ടിക്കൊടുക്കും 1 കിലോനെല്ലാം? ഇതെല്ലാം ജനങ്ങൾ അറിയേണ്ടതല്ലേ? എല്ലാ സ്ഥലത്തും പ്ലാസ്റ്റിക് കവറുണ്ട്. പ്ലാസ്റ്റിക് കവർ നിരോധിച്ചിട്ടുമില്ല. നിരോധിച്ചെന്ന് പറയുന്നല്ലാണ്ട് എല്ലാം പ്ലാസ്റ്റിക് കവറിലാണ് കെട്ടിക്കൊടുക്കുന്നത്.
അങ്ങനെയല്ല, ഫുള്ളായിട്ട് പ്ലാസ്റ്റിക് കവർ നിരോധിക്കണം. ഈ പേപ്പറിൽ നമ്മൾ എങ്ങനെ കെട്ടിക്കൊടുക്കും? 1/4 കിലോ ആണെങ്കിൽ കെട്ടിക്കൊടുക്കുക, 1 കിലോ 2 കിലോ മേടിക്കുക, എങ്ങനെ കെട്ടിക്കൊടുക്കും? എല്ലാവരും ബാഗ് കൊടുത്തിട്ടല്ലല്ലോ വരുന്നത്. നമ്മളെ ബിസിനസ് ഇതന്നെ. ഈ കവർ അലോട്ടുള്ള കവറാണ്. ഇപ്പൊ അവര് പറയുന്നത് ഈ കവറിലും കൊടുക്കാൻ പാടില്ല എന്നാണ്. ഇനി നമ്മൾ എങ്ങനെയാ കൊടുക്കുക? ജനങ്ങളെല്ലാം വേഗം കൊണ്ടാ വരുന്നുണ്ടെങ്കിൽ സാരമില്ല, നമുക്ക് വേഗിലിട്ട് കൊടുക്കുകയാണ്. ഇപ്പൊ പേപ്പറിൽ എങ്ങനെ നമ്മൾ 1 കിലോ എങ്ങനെ പേപ്പറിൽ കെട്ടി കൊടുക്കും? പൂവിപണി നേരത്തേതിലും ഉണർവിലാണെങ്കിലും വില അല്പം കൂടുതൽ തന്നെയാണെന്നാണ് ഏവരുടെയും അഭിപ്രായം. ഏട്ടാ, എങ്ങനെയാണ് ഈ പൂക്കളൊക്കെ കർണാടകത്തിൽ നിന്ന് വരുന്നതാണോ അതോ? നല്ല പൂക്കളൊക്കെ കർണാടകത്തിൽ നിന്ന് വരുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് വില കൂടുതലാണോ കുറവാണോ? വില കൂടുതലാണ് ഇപ്രാവശ്യം. ട്രാവലിംഗ് ചാർജും മറ്റുള്ള കാര്യം, ട്രാവലിംഗ് ചാർജ്, ബോർഡർ, മറ്റേ പെർമിറ്റ് എല്ലാം കൂടി പൈസ വരും. ഇതിനെത്രയാണ് നമ്മൾ കോർപ്പറേഷൻ കൊടുക്കുന്നുണ്ട്? കോർപ്പറേഷൻ എത്രയാണ് പൈസ കൊടുക്കുന്നത്? നമുക്ക് ഇതിന് 3650 രൂപ ബില്ല് വന്നിന്. 3650 രൂപ നിങ്ങൾക്ക് ഈ സ്പേസിനാ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ റെന്റ് ഉണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഭയങ്കര ബുദ്ധിമുട്ടായോ. ഇതിപ്പോ ഈ പൂക്കൾക്കൊക്കെ എത്രയാ വില? ചെട്ടി മഞ്ഞ ചെട്ടി 100, ചുവന്ന ചെട്ടി 100. ഇത് കാക്കില, നമ്മൾ കാക്കില ഇത് 600 രൂപ കിലോ. 600 രൂപ. ഇതെല്ലാം 600 രൂപ ആയിട്ട് കൊടുക്കും. ഇത് അരളിയല്ലേ? ഇത് അത് അരളി എല്ലാം 600 രൂപ. റോസും എല്ലാം 600 രൂപ. അതെല്ലാം 600 രൂപ. വില കുറവുള്ള ചെട്ടി മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും പൂക്കളമിട്ട് ആഘോഷിക്കുന്നതിൽ ആർക്കും ഒരു പഞ്ഞവുമില്ല എന്നതിന്റെ ഉദാഹരണമാണ് ഈ തിരക്ക്. ഏട്ടന്റെ വീട് ഇവിടെ കണ്ണൂർ തന്നെയാണോ? കണ്ണൂർ തന്നെ. ഓണം എങ്ങനെ അടിപൊളിയാക്കാനാണ് ഉദ്ദേശം? അടിപൊളിയാക്കാൻ തന്നെ തീരുമാനം. അതെയോ? എന്തൊക്കെയാ പൂക്കളൊക്കെ ധാരാളം വാങ്ങിച്ചിട്ടുണ്ട്. അതെയോ? പൂക്കൾ എങ്ങനെയാ വിലയൊക്കെ ഇതിനൊക്കെ? ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം വളരെയും കൂടുതലാണ്. വളരെ കൂടുതലാണ്. വിമർശനങ്ങളും പരാതികളും ഏത് ഉത്സവത്തിന്റെയും ഭാഗമാണ്. അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ. ഇവിടെ ഓണപ്പാട്ടിന്റെ താളത്തിൽ നാളെ നമുക്ക് തിരുവോണത്തെ വരവേൽക്കാം. മോളെ, ഓണത്തിന് പൂക്കളൊക്കെ വാങ്ങിയില്ലേ? ആരുടെ കൂടെ വന്നേ? നമ്മൾ രണ്ടാളും കൂടെ വന്നു. എവിടെ വീട്? കണ്ണൂർ കൂടാളിയാ വീട്. കൂടാളിക്കുന്ന ഇങ്ങോട്ട് വന്നല്ലേ? ഓക്കെ. മോൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ ഡിഗ്രി കഴിഞ്ഞു. ഞാൻ വർക്ക് ചെയ്യുന്ന എവിടെ? വാട്ടർ അതോറിറ്റി മന്നക്ക്. അത് ശരി. അപ്പൊ ഓണത്തെ പറ്റി എന്താ അഭിപ്രായം? ഓണം എന്ന് പറയുന്ന വിളവെടുപ്പിന്റെ ഉത്സവമാണ്, കൊയ്ത്തുത്സവം. പിന്നെ സമ്പൽ സമൃദ്ധിയുടെ ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത്. എല്ലാവരും ഒത്തുകൂടിയിട്ട് കുടുംബങ്ങളെല്ലാം കൂടെ ഒത്തുചേർന്നിട്ട് നമ്മുടെ കേരളത്തിന്റെ ദേശീയോത്സവം. ഓക്കെ. ഓണത്തെ പറ്റി ഒരു പാട്ട് പാടുന്നോ? അത്തം പൂത്തിറങ്ങി താരാഞ്ഞഴിപ്പൂ വിരിഞ്ഞേ, ചിത്തിരക്കതിരു കണ്ടേ താരാ ചന്ദിരം പൂത്ത പോലെ, തിത്തോ തീതാരാ തകതീതകതാരാ, തിത്തോ തീതാരാ തകതീയത്തിനുന്താരാ. മാവേലി മന്നനെ വരവേൽക്കാൻ പൂക്കളമൊരുക്കി വിഭവ സമൃദ്ധ സദ്യ ഒരുക്കി കാത്തിരിക്കുന്ന എല്ലാവർക്കും ഓണാശംസകൾ. ക്യാമറമാൻ ബിജീഷിനൊപ്പം ജയദേവൻ, സിറ്റി ന്യൂസ്, കണ്ണൂർ. ചാല ടാങ്കർ ദുരന്തത്തിന് 11 വയസ്സ്. 20 പേരുടെ ജീവനെടുത്ത ഒറ്റ രാത്രി കൊണ്ട് ഒരു പ്രദേശത്തെ ആകെ മാറ്റിമറിച്ച ദുരന്തമായിരുന്നു ചാല ടാങ്കർ അപകടം. ആ വർഷവും ഒരു ഉത്രാട രാത്രിയിലായിരുന്നു നാടിനെ നടുക്കിയ അപകടം നടന്നത്. 2012 ഓഗസ്റ്റ് 27 രാത്രി 11 മണിയോടെയായിരുന്നു മംഗളൂരുവിൽ നിന്നും ചാല വഴി കോഴിക്കോട്ടെ ചേളാരിയിലേക്ക് പാചകവാതകം കൊണ്ടുപോകുന്ന ടാങ്കർ ലോറി ചാലയിലെ റോഡിലുള്ള ഡിവൈഡറിൽ തട്ടിമറിഞ്ഞ് പൊട്ടിത്തെറിച്ചത്. അപകടത്തിൽ 20 പേർ മരിക്കുകയും 50ഓളം പേർക്ക് പൊള്ളലേൽക്കുകയും ചെയ്തു. ഉത്രാട നാളിലായിരുന്നു രാജ്യത്തെ നടുക്കിയ ദുരന്തമുണ്ടായത്. ബസ്സിനെ മറികടക്കുന്നതിനിടെ ഡിവൈഡറിൽ കയറുകയും അമിത വേഗതയിലായിരുന്ന ടാങ്കർ ലോറി നിയന്ത്രണം വിട്ട് മറിയുകയുമായിരുന്നു. താരതമ്യേന തിരക്ക് കുറഞ്ഞ റോഡും തിരുവോണ തലേന്നുമായതിനാൽ തന്നെ അപകടത്തിൽപ്പെട്ട ടാങ്കറിന്റെ രക്ഷയ്ക്ക് പെട്ടെന്ന് തന്നെ ആരും എത്തിയില്ല. ഡ്രൈവറെ ക്യാബിനിൽ നിന്നും പുറത്തെത്തിക്കുമ്പോഴേക്കും സേഫ്റ്റി വാൾവ് വഴി ഗ്യാസ് ലീക്കായി തുടങ്ങിയിരുന്നു. അപകടം മനസ്സിലാക്കിയ ഡ്രൈവറുടെ നിർദ്ദേശപ്രകാരം അവിടെ ഉണ്ടായിരുന്നവർ നാട്ടുകാരെ അറിയിക്കുകയും തുടർന്ന് ഇലക്ട്രിസിറ്റി ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തു. പിന്നീട് ഫയർഫോഴ്സ്, പോലീസ് തുടങ്ങിയവരെ അപകട വിവരം അറിയിച്ച് നാട്ടുകാരോട് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറാനുള്ള നിർദ്ദേശങ്ങൾ നൽകവെയാണ് ടാങ്കറിന് പെട്ടെന്ന് തീപിടിച്ചത്. സ്ഥലത്തെത്തിയ ഫയർഫോഴ്സിനും പോലീസിനും സംഭവസ്ഥലത്തേക്ക് ആളുകൾ പ്രവേശിക്കുന്നത് തടയുകയല്ലാതെ വേറെയൊന്നും പിന്നീട് ചെയ്യാനുണ്ടായിരുന്നില്ല. ടാങ്കറിനകത്തേക്ക് പടർന്ന തീ വഴി ടാങ്കർ പൊട്ടിത്തെറിച്ച് അഗ്നിഗോളമായി രൂപാന്തരപ്പെടുകയായിരുന്നു.
സംസ്ഥാനത്തെ തിരക്കേറിയ റോഡുകൾ ഗ്യാസ് ടാങ്കർ ലോറികൾക്ക് ഒട്ടും അനുയോജ്യമല്ലാത്തതിനാൽ കഴിവതും ട്രെയിൻ മാർഗമോ ജലമാർഗമോ കൊണ്ടുപോകാൻ നടപടിയെടുക്കണമെന്ന് വ്യാപകമായി ചാല ദുരന്തത്തെ തുടർന്ന് അഭിപ്രായമുയർന്നുവെങ്കിലും ഇന്നും രാപ്പകൽ വ്യത്യാസമില്ലാതെ ഭീതി വിതച്ച് ടാങ്കർ ലോറികൾ ദേശീയപാതയിലൂടെ കുതിക്കുകയാണ്. ഇത്തരത്തിൽ ഇനിയൊരു അപകടം ഉണ്ടാവരുത് എന്ന പ്രാർത്ഥനയോടെയാണ് ഇന്നും ചാല നിവാസികൾ കഴിയുന്നത്. സീനിയർ ജേർണലിസ്റ്റ് ഫോറം 11ാമത് സംസ്ഥാന സമ്മേളനം നവംബർ 3, 4, 5 തീയതികളിൽ കണ്ണൂരിൽ നടക്കും. സമ്മേളനത്തിന്റെ സംഘാടക സമിതി ഓഫീസ് കണ്ണൂർ ജവഹർ ലൈബ്രറി ഓപ്പൺ ഓഡിറ്റോറിയത്തിന് തൊട്ടടുത്തായി പ്രവർത്തനം ആരംഭിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഒരു വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഭൗതിക സാഹചര്യങ്ങളൊന്നുമില്ലാതെ സ്വന്തം ബുദ്ധിയും സ്വന്തം കഴിവും സ്വന്തം ആത്മാർത്ഥതയും കൊണ്ട് മാത്രം പ്രവർത്തിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലെ പ്രതിനിധികളാണ് ഇന്നത്തെ സീനിയർ ജേർണലിസ്റ്റുകൾ. നമുക്കറിയാം, അവർ ഒത്തുചേർന്ന് ആനുകാലികമായ സംഭവങ്ങളും വിശകലനം ചെയ്തുകൊണ്ടും സമൂഹത്തിന് ആവശ്യമായ ഉപദേശങ്ങളും ആവശ്യമായ ഇടപെടലും നടത്തിക്കൊണ്ട് ഇന്നും സജീവമായി നിൽക്കുന്നു എന്നതൊരു സത്യമാണ്. ഏതായാലും സംസ്ഥാന തലത്തിൽ തന്നെ അങ്ങനെയുള്ള കൂട്ടായ്മയിലെ അംഗങ്ങൾ ഒത്തുചേരുമ്പോൾ അവർക്ക് പിൻബലം നൽകുക എന്നത് സാമൂഹികമായ ഉത്തരവാദിത്തമാണ്. പി ഗോപി അധ്യക്ഷത വഹിച്ചു. മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ ഡയറക്ടർ കെ സി സോമൻ നമ്പ്യാർ, കെ പി ജയബാലൻ, കെ വിനോദ് ചന്ദ്രൻ, ബാലകൃഷ്ണൻ കൊയ്യാൽ, എം രത്നകുമാർ, എൻ ധനഞ്ജയൻ എന്നിവർ സംസാരിച്ചു. മാത്യു കദളിക്കാടന്റെ വേർപാടിൽ യോഗം അനുശോചിച്ചു. റിതം മ്യൂസിക്സിന്റെ ബാനറിൽ അമിഗോസ് ക്രിയേഷൻസ് അവതരിപ്പിക്കുന്ന ഓണത്തിര ആൽബത്തിന്റെ പ്രകാശന കർമ്മം ലോഗോ പ്രകാശനവും ചക്കരക്കല്ലിൽ നടന്നു. സിനിമാറ്റോഗ്രാഫർ ജലീൽ ബാദുഷ പ്രകാശന കർമ്മം നിർവഹിച്ചു. ഈ മുസ്ലിങ്ങളുടെ സിനിമ കാണുക അല്ലെങ്കിൽ സിനിമയുമായിട്ടുള്ള വേറെ ഏതെങ്കിലും തരത്തിൽ കലാപരമായിട്ടുള്ള രീതിയോട് അന്നത്തെ കുറച്ച് ഓർത്തഡോക്സ് ആയിട്ടുള്ള ആൾക്കാർ അവർ എപ്പോഴും അതിനെ ദൂരെ നിന്നാണ് കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ നക്സൽവാദികളെ പോലെ നാടകത്തിൻ്റെ പുസ്തകം മേടിക്കുകയും എൻ്റെ കുറേ സുഹൃത്തുക്കൾ, അതായത് മുസ്ലിം അല്ലാത്ത കുട്ടി, അതായത് രാധാകൃഷ്ണൻ, രാമകൃഷ്ണൻ എന്നൊക്കെ പറയുന്ന എൻ്റെ കൂടെ പഠിച്ച കുട്ടികളെ വെച്ചിട്ട് ഞാൻ ഈ പറയുന്ന വയലിലൊക്കെ നാടകം കളിക്കുവാണ്. അത് വേറൊന്നും കൊണ്ടല്ല, എന്നെ കൂടെ കൂടിയാൽ ചിലപ്പോൾ മോശമായി പോകുമെന്ന ഒരു പേടി കൊണ്ടാണ് അവർ എന്നെ കൂടെ വിടാത്തത്. സിനിമാറ്റോഗ്രാഫർ ജലീൽ ബാദുഷ പ്രകാശന കർമ്മം നിർവഹിച്ചു. സംവിധായകനും എഴുത്തുകാരനും ടൗൺ സ്റ്റേഷൻ ASI-യുമായ CK സുജിത് അധ്യക്ഷത വഹിച്ചു. ആൽബത്തിന്റെ തിരക്കഥാ സംവിധാനം CK സുജിത്, ക്യാമറ ബിജിത് ചന്ദ്രശേഖർ, ആർട്ട് ഉപേന്ദ്രൻ ചാലാട്, ആലാപനം പ്രജേഷ് കുയിലൂർ, മിനി സുജിത് എന്നിവരാണ്. രമേശൻ ഇന്ദീവരം, സുജിപാൽ കണ്ണൂർ, ബിജിത് ചന്ദ്രശേഖർ, മിനി സുജിത്, രത്നാകരൻ മുണ്ടേരി തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. സ്വർണം ഗ്രാമിന് 5450 രൂപ, പവന് 43,600 രൂപ, വെള്ളി 80 രൂപ. അവസാനമായി അറിയിപ്പ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണവം എടയാറിൽ കാറപകടം, പൂഴിയോട് സ്വദേശി ഷഹലിന് ദാരുണാന്ത്യം. പഴയ ബസ് സ്റ്റാൻഡിൽ ഭീതി പടർത്തി നിർത്തിയിട്ട കാറിന് തീപിടിച്ചു. യാത്രക്കാരില്ലാത്തതിനാൽ വൻ അപകടം ഒഴിവായി. നാളെ തിരുവോണം, അവസാനവട്ട ഒരുക്കങ്ങളുമായി മലയാളികൾ. കണ്ണൂർ ജനസാഗരം. വഴിയോര കച്ചവടവും ഓണപ്പൂക്കളും നഗരത്തെ അക്ഷരാർത്ഥത്തിൽ ജനസമുദ്രമാക്കി മാറ്റി. നാടും നഗരവും ഓണലഹരിയിൽ. പൂവിപണിയും പൂക്കൃഷി വിളവെടുപ്പുകളും സജീവം. പ്രസ് ക്ലബിലും ഓഫീസുകളിലും ആഘോഷ പരിപാടികൾ. സിറ്റി ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇതോടുകൂടി ഈ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.